തീർച്ചയായിട്ടും അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യമുണ്ടായിരുന്നത്. കാരണം ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനുള്ള കഴിവില്ല എന്നത് ഇസ്രായേലിന് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയെ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും അങ്ങനെ ഒരു മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുകയും എന്നുള്ളതാണ് ലക്ഷ്യമുണ്ടാകുന്നത്. ഇവിടെ ഒരു പ്രധാന പോയിന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ അമേരിക്കയുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങളാണ് ഈ ഇസ്രായേലിന് ചുറ്റുമുള്ളത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഖത്തറും കുവൈത്തും സൗദിയും ബഹ്റിനും ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം. കാരണം അമേരിക്കയിലേക്ക് ഓയിൽ വിൽക്കുന്നുണ്ട്. ഇങ്ങനൊരു സൗഹൃദ രാജ്യങ്ങളാണ്. പക്ഷെ ഈ മേഖലയിൽ അമേരിക്കയോട് ചെറുത്ത് നിൽക്കുന്ന രാജ്യം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ മാത്രമാണ്. അപ്പം ആ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള യുദ്ധമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഈ വെസ്റ്റ് ഏഷ്യൻ മേഖലയിലെ വലിയൊരു ജിയോ പൊളിറ്റിക്കൽ റീ അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള അക്രമങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവിടെ ബാക്കിയുള്ള പ്ലേയേഴ്സ്, ഇപ്പം താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ റഷ്യയും ചൈനയും ഒക്കെ എന്തെല്ലാം നിലപാടുകളാണ് എടുക്കുക വരും ദിവസങ്ങളിൽ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് പുടിനുമായി ഇറാനിയൻ വിദേശകാര്യമന്ത്രി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മേഖലയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുന്നതായിട്ടല്ല നമ്മൾ ഇപ്പോൾ കാണുന്നത്. കൂടുതൽ സങ്കീർണമാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആ മേഖലയിൽ നിലനിൽക്കുന്നത്. യെസ്, എന്തായാലും ഇവിടെ ഖത്തറിലെ US സൈനിക താവളത്തിന് നേരെയാണല്ലോ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മേഖലയിൽ മറ്റു പലയിടങ്ങളിലും US സൈനിക താവളങ്ങളുണ്ട്. അവിടങ്ങളിലേക്കൊക്കെ ഇനി ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. എങ്കിലും ഇറാന്റെ ഈ നീക്കത്തിന് പിന്നാലെ ഇനിയിപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു നിലപാട് ഏത് രീതിയിലായിരിക്കും വരാൻ സാധ്യതയുള്ളത്? അതാണ് ഏറ്റവും വലിയൊരു ഒരു പോയിന്റ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം ഗൾഫ് രാജ്യങ്ങൾ ഇത്രയും കാലമായി ഒരു മൗനത്തിലായിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ മൗനത്തിലായിരുന്നു എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഇസ്രായേൽ ഇറാൻ സംഘട്ടനത്തിന് മുമ്പ് ഇസ്രായേൽ ഗാസ വലിയ രീതിയിൽ കത്തി എരിഞ്ഞത് നമ്മൾ കണ്ടതാണ്. ആ സന്ദർഭത്തിലൊന്നും ഗൾഫ് രാജ്യങ്ങൾ ആരും അധികം പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അവിടെ നടക്കുന്നതിന് ഒരു മുഖം തിരിഞ്ഞു നിൽക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇറാനിലേക്ക് അക്രമം നീണ്ടപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ, പ്രതിഷേധ കുറിപ്പുകളായി ആ മേഖലയിൽ നിന്നും വരികയുണ്ടായി. ഇപ്പോൾ എന്താണ് നടന്നതെങ്കിൽ നേരിട്ട് അവരുടെ രാജ്യത്ത് അക്രമം നടക്കുകയാണ് ഉണ്ടായത്. അതായത് ഖത്തറിൽ നേരിട്ടുള്ള അക്രമം നടന്നതോടെ ആ രാജ്യത്തിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിൽക്കും. ഇതിൽ ഒരു പ്രധാന പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഈ രാജ്യങ്ങൾക്ക് തിരിച്ചടിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ അമേരിക്കയിൽ നിന്നും ഈ മിസൈൽ വന്ന് പതിച്ച രാജ്യം തിരിച്ചടിക്കുകയാണെങ്കിൽ, അവിടെ നിന്നും മിസൈൽ ഉയർന്ന് ഇറാനിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആ രാജ്യത്തിനാണ്. അമേരിക്കയ്ക്കുള്ളതുപോലെ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ആ രാജ്യത്തിനുണ്ട്. ഇപ്പൊ ഖത്തറിൽ നിന്നും ഒരു മിസൈൽ തിരിച്ച് ഇറാനിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ വിടണമെങ്കിൽ അമേരിക്കയ്ക്ക് ഖത്തറിന്റെ അനുമതി വേണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു അനുമതിയോടുകൂടെ ആ സ്ഥലത്ത് നിന്ന് വീണ്ടും ഇറാനിലേക്ക് മിസൈലുകൾ പറക്കുകയാണെങ്കിൽ തീർച്ചയായും ആ മേഖലയിലെ സംഘർഷമായി പരിണമിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു 10-30ഓളം ഇതിന്റെ താവളങ്ങളുണ്ട്, അമേരിക്കൻ ബേസുകളുണ്ട്. അവിടെ 40-50,000 സോൾജിയേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഈ രാജ്യങ്ങൾക്കിടയിൽ, അതായത് വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു യുദ്ധമായി ഇത് പരിണമിക്കുകയാണെങ്കിൽ വളരെ വലിയ ഒരു സംഘർഷമാണ് നമ്മളവിടെ കാണാൻ പോകുന്നത്. അതായത് വല്ലാത്തൊരു സങ്കീർണതയിലേക്കാണല്ലേ കാര്യങ്ങൾ പോകുന്നത്? സങ്കീർണതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, വലിയ സങ്കീർണതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് പല ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. സൗദി, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇറാനുമായി ബാക്ക്ഡോർ ഡിപ്ലോമസി നടത്തുന്നുണ്ട്. ഈ പല മേഖലകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഇറാന്റെ മേലെ നടക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, നേരത്തെ ചോദിച്ചപോലെ ഇറാൻ റഷ്യൻ പുടിനുമായി നേരിട്ട് അവിടെ പോയി സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. ചൈനയുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ട്. ഈ സംഘർഷത്തെ വലുതാക്കാൻ ആ മേഖലയിലെ രാജ്യങ്ങൾക്ക് തീർച്ചയായും താല്പര്യമില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാകാൻ പോവുക. ഇത്തരത്തിലുള്ള ഈ പ്രത്യേകിച്ചും എണ്ണയുടെ ചരക്ക് നീക്കത്തിന് വല്ല സംഗതികൾ നടക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കം ആ മേഖലയാകെ അനുഭവിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കും താല്പര്യമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഏത് രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നത്.
യെസ്, ഇവിടെ അപ്പോൾ ഒരു ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് അത് അമേരിക്ക തന്നെയായിരിക്കില്ലേ? അമേരിക്ക തന്നെയാണ് ഡിസിഷൻ മേക്കർ. ഇനി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനം ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ അവിടെ കടലിൽ നിൽക്കുന്ന വാഹിനികളുണ്ട്, അതായത് ഈ മിസൈൽ വാഹിനികളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവിടെ നിന്നാണ് മിസൈലുകൾ ഇറാനിലേക്ക് പോകുന്നതെങ്കിൽ വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷെ ഈ രാജ്യങ്ങളിൽ നിന്നാണ്, ഈ രാജ്യങ്ങളിലെ ബേസുകളിൽ നിന്നാണ് അമേരിക്കയിലേക്ക് ഈ മിസൈലുകൾ പോകുന്നതെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം അതിനർത്ഥം ആ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തോടു കൂടിയാണ് ഈ മിസൈലുകൾ ആ രാജ്യത്തിന്റെ മണ്ണിൽ നിന്നും മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു സൂചന ഇറാന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള നിലപാടാണ് അമേരിക്ക ഇത്രയും കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.